നമസ്കാരം. ITV ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രിൻസ് ജോസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കലാനിലയം പരമേശ്വരന്റെ കലാശബരിയുടെ 50ാം വാർഷികം ആഘോഷിച്ചു. CK ചന്ദ്രൻ CPIM ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. പകരം പുതുമുഖം. രാത്രികാല സ്വകാര്യ ബസ്സുകളുടെ കുറവ് മൂലം യാത്രക്കാർ കഷ്ടത്തിലാകുന്നു. അഖണ്ഡ ജപമാല ഇരിഞ്ഞാലക്കുടയിൽ തുടക്കം കുറിച്ചു. ജനമൈത്രി സുരക്ഷാ പദ്ധതി ഇരിഞ്ഞാലക്കുട വിജയകരമാക്കുന്നതായി ജില്ലാ സെമിനാർ തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. പ്രശസ്ത കഥകളി ചുട്ടിക്കോപ്പ് നിർമ്മാണാചാര്യൻ കലാനിലയം പരമേശ്വരന്റെ കലാശബരിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഉണ്ണായിവാര്യർ കലാനിലയത്തിൽ നടന്ന സമാദരണ സദസ്സ് MLA തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ N ശ്യാമപ്രകാശ് കീർത്തി പത്രിക നൽകി. KSC ലിമിറ്റഡ് MD MC പോൾ പൊന്നാനി അണിയിച്ച് ആദരിച്ചു. ജനമൈത്രി സുരക്ഷാ പദ്ധതി ജില്ലാ സെമിനാർ ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ജില്ലാ സെമിനാർ ഇരിഞ്ഞാലക്കുട ലയൺസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. കേരള പോലീസിന്റെ പുതിയ പദ്ധതി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് വിഭാഗം കേരളത്തിന്റെ 14 ജില്ലകളിൽ ഒന്ന് എന്ന വീതമാണ് നടത്താൻ പോകുന്നത്. ഇത് തൃശൂർ ജില്ലയിൽ കേരള പോലീസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ നടത്താനാണ്. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ നടക്കുന്നതിനുള്ള ആദ്യത്തെ ജില്ലാ സെമിനാറാണ് ലയൺസ് ഹാളിൽ വെച്ച് ഇന്നോടെ നടക്കുന്നത്. സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള റവന്യൂ മന്ത്രി ശ്രീ KP രാജേന്ദ്രനാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടനാണ്. സമ്മേളനാനന്തരം IG B സന്ധ്യ, തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ദിനേശ് എന്നിവർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിലേക്ക്. ഇവിടത്തെ ഉത്സവവും ഇവിടത്തെ കലാപരിപാടികളും കലാനിലയും ഉണ്ണായിവാര്യർ കലാനിലയവും കൂടിയാട്ടവും അമ്മനും അത് ചാക്യാരുടെ ഒരു അനുഗ്രഹവും പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനേശ് ടീച്ചറും സാമ്പത്തിക ടീച്ചറൊക്കെ എപ്പോഴും അതിനൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇടപഴകി ഇവിടെ ഒരു പൊതു അന്തരീക്ഷങ്ങനെ നിലനിർത്തുന്നത് ഈ ഒരു മാതൃക നമുക്ക് എല്ലാം കിടക്കുന്നു. CPIM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം CK ചന്ദ്രൻ സ്ഥാനം ഒഴിയുന്നു. പകരം ഉല്ലാസ് കളക്കാട്ടിൽ. CPIM ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറിയായി ശ്രീ ഉല്ലാസ് കളക്കാട്ടിനെ തെരഞ്ഞെടുത്തു. CPM ഏരിയ സെക്രട്ടറിയായിരുന്ന CK ചന്ദ്രൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായതിനെ തുടർന്നാണ് ഈ മാറ്റം. CPM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ PL ഔസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CK ചന്ദ്രനാണ് ഉല്ലാസ് കളക്കാടിന്റെ പേര് നിർദ്ദേശിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം KP ദിവാരൻ മാസ്റ്റർ പേരിനെ പിന്താങ്ങി. ജില്ലയിൽ നിന്നും ജില്ലാ സെക്രട്ടറി ബേബി ജോൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അമ്പാടി വേണു എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രശസ്ത ട്രേഡ് യൂണിയൻ രംഗത്തുകൂടി കടന്നുവന്ന ഉല്ലാസ് കളക്കാട്ട് ഇപ്പോഴത്തെ ഇരിഞ്ഞാലക്കുട ഏരിയ CITU മെമ്പറായിരുന്നു. CPIM ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ITV ന്യൂസിന് വേണ്ടി പിന്റോ ചിറ്റലപ്പള്ളി. ഉത്തരവാദിത്തത്തോട് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഇരിഞ്ഞാലക്കുട ഏരിയക്കകത്ത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം 13 ലോക്കൽ കമ്മിറ്റികളായി തിരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി കൂട്ടായ പ്രവർത്തനത്തിലൂടെ പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ചർച്ചിൽ വലിയ നോമ്പിനോടനുബന്ധിച്ച് ജെറുസലേം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്തിൽ നയിക്കുന്ന 3 ദിവസത്തെ ധ്യാനം ബിഷപ്പ് മാർജിൻസ് പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ അഭിയോഗ്യ പിതാവ് മാർജിൻസ് പഴയാറ്റ് തിരുമേനി തിരികൊളുത്തി ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ജെറുസലം ധ്യാന കേന്ദ്രത്തിലെ ഒരു ടീം ഇന്നലെ മുഴുവനും നമ്മുടെ ഇടവയിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് അവരുമായി സംസാരിച്ച് അവരെ നമ്മുടെ ഹൃദയങ്ങളിൽ വേര് പിടിച്ച് വളർന്ന് ഒരു ആധ്യാത്മിക ചൈതന്യം ഉണ്ടാകുവാനും വിശ്വാസത്തിൽ മാപ്രാവ് ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പുതിയ ബാച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് ലൈറ്റിംഗ് ഓഫ് ലാമ്പ് സെറമണി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട നിത്യാരാധന കേന്ദ്രത്തിൽ അഖണ്ഡ ജപമാല ബിഷപ്പ് മാർജിൻസ് പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. രാത്രികാലങ്ങളിൽ നഗരങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ കുറവ് മൂലം യാത്രക്കാരുടെ കാത്തുനിൽപ്പ് നിത്യകാഴ്ചയാകുന്നു. 8 മണിയാകുമ്പോഴേക്കും നഗരത്തിൽ സ്വകാര്യ പെട്രോൾ പമ്പുകളിൽ
കുത്തിനിറയ്ക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ കാഴ്ച നിത്യം. ദൂരസ്ഥലങ്ങളിൽ നിന്നും ജോലി ചെയ്തു വരുന്ന മുരിയാട്, കാറളം, പൂമംഗലം, കടുപ്പശ്ശേരി, മൂർക്കനാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള യാത്രക്കാരാണ് കൂടുതലായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അരിപ്പാലം കൈപ്പറമ്പിൽ അശോകൻ ഭാര്യ കോമൾ അറുപത് വെള്ളാനിൽ വെച്ചുള്ള ബസ് അപകടത്തിൽ മരണമടഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.